മധ്യത്തിൽ നാം ഒരു മെല്ലിച്ച സ്നേഹിതനെ കൊണ്ടുപോയി ഇരുത്തി. അദ്ദേഹം മണിക്കൂറുകൾ ഇരുന്നാലും ആരോഗ്യം പകരുകയില്ല. എത്ര സമയം പോയി നോക്കിയാലും മുസാഫിന് അടയാളം വെച്ചതുപോലെ അദ്ദേഹം മെല്ലിച്ചവിടെ കിടക്കുന്നുണ്ടാവും. അതേ സമയത്ത് രോഗം അങ്ങനെയല്ല, അത് വേഗത്തിൽ പകരും. അതുകൊണ്ട് തന്നെ ഈ ബിദ്അത്താകുന്ന രോഗത്തെ പ്രതിരോധിച്ച് സുന്നത്താകുന്ന ആരോഗ്യത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് അമ്പിയാക്കളുടെ അനന്തരാവകാശികളായി അള്ളാഹുവിനാൽ നിയമിതരായതാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിത ശ്രേഷ്ഠരായ മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച് നിലനിർത്തിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1926 മുതൽ ഒരു നൂറ്റാണ്ട് പൂർത്തിയാകുന്ന സമസ്ത ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർകൾ, അതേപോലെ തന്നെ തൊട്ടടുത്ത് അധ്യക്ഷ സ്ഥാനത്ത് ഭാംഗിർ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, തൊട്ടടുത്ത് സദക്കത്തുള്ള മുസ്ലിയാർ, തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അതേപോലെ തന്നെ തൊട്ടടുത്ത് ദീർഘകാലം 40 വർഷത്തോളം സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, അല്ലാഹുവേ അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ആ മഹാന്മാരെല്ലാം നൂറ്റാണ്ടുകളിൽ എന്തെല്ലാം സംഭവിച്ചു. സ്വാതന്ത്ര്യ സമരമുണ്ടായി, സ്വാതന്ത്ര്യാനന്തരം ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി, കോലാഹലങ്ങളുണ്ടായി, ഇവിടെ ഒട്ടേറെ വർഗീയ കലാപങ്ങളുണ്ടായി. എല്ലാം ഉണ്ടായപ്പോഴും ഈ മഹാന്മാരായ പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, ഐശ്വര്യത്തിന്റെ നേതൃത്വം നമുക്ക് നൽകി വന്നു. അതൊരു കെടാവിളക്കായി വന്ന ആ സമസ്ത എന്ന പ്രകാശത്തെ ഇന്ന് പ്രകാശിപ്പിച്ചു നിർത്തുകയാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിത ശ്രേഷ്ഠൻ. ആ മഹാന്മാർ ഇവിടെ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് എന്ത് പ്രകാശിപ്പിച്ചു എന്ന് ചോദിക്കുന്നവരോട് അവരുടെ പ്രകാശമാണ് ഈ കാണുന്നതെല്ലാം. നമ്മുടെ കൊച്ചു കുടിലിലും നമ്മുടെ വലിയ കൊട്ടാരത്തിലും നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ കുഗ്രാമങ്ങളിലും നമ്മുടെ നഗരങ്ങളിലും നമ്മുടെ പട്ടണങ്ങളിലും വ്യത്യാസമില്ലാതെ ഇസ്ലാമിക മക്കൾക്ക് 3.5 വയസ്സ് മുതൽ അങ്ങോട്ട് 18 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അവരെ കൊച്ചു കുഞ്ഞുങ്ങളാകുന്ന സമയത്ത് തന്നെ ഈ സമാധാനത്തിന്റെ സന്ദേശം നൽകുന്ന ഒട്ടേറെ മദ്രസകൾ നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചത് സമസ്ത എന്ന പണ്ഡിത സഭയാണ്. കൊച്ചു കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പാഠപുസ്തകം കാണാം, പൂനിലാവ് എന്നാണ് ഇതിന് പേര്. ആ പൂനിലാവ് പാഠപുസ്തകത്തിന്റെ വലഭാഗത്തേക്ക് ഇങ്ങോട്ട് മറിക്കുമ്പോൾ ആദ്യത്തെ പേജിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയരത്തിൽ ഇങ്ങനെ പാറി പറക്കുന്നത് കാണാം. അതിന് ചുവട്ടിലെ വരികൾ എന്റെ നാട് ഭാരതം. അതേസമയത്ത് തൊട്ടപ്പുറത്തെ പേജിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയും മറു കയ്യിൽ വിശുദ്ധ ഖുർആൻ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് ഈ ഒരു ഇന്ത്യൻ മുസൽമാനായി സമാധാനത്തിന്റെ സന്ദേശമായി, സമാധാനത്തിന്റെ വെളിച്ചമായി, സമാധാനത്തിന്റെ ദൂതായി ഇവിടെ നിലനിൽക്കാൻ പഠിപ്പിച്ച, പ്രകാശിപ്പിച്ചതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്ന് കാലത്ത് നമ്മുടെ നാട്ടിലെ മദ്രസകളിൽ 5,51,800 കുട്ടികൾ ഈ പ്രകാശം ഏറ്റുവാങ്ങി രാവിലെയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഫാത്തിഹ അവർ ഓതിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ കയ്യിൽ കാണുന്ന ഫാത്തിഹയും മുജ്ജഹത്തും അത്തഹിയാത്തും കുനൂത്തും എന്ന് വേണ്ട, നമുക്ക് ഉമ്മ മാപ്പ എന്ന് തുടങ്ങി എല്ലാം പാഠം 1 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിന്റെ 1ാം ഘട്ടം പഠിപ്പിക്കുന്നു. പാഠം 2 മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വാസത്തിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നു. വിശ്വാസി ഇവിടെ ജീവിക്കുമ്പോൾ, മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ അവന്റെ കടമകളും കർത്തവ്യങ്ങളും ഏറ്റവും കൂടുതൽ ആരോട്? അവൻ പിതാവ് എന്ന പാഠം പഠിപ്പിക്കുന്നു, ഉമ്മൻ മാതാവ് എന്ന പാഠം പഠിപ്പിക്കുന്നു, തൊട്ടടുത്ത് ഉസ്താദുൻ ഗുരുനാഥൻ എന്ന് പഠിപ്പിക്കുന്നു, തൊട്ടടുത്ത് അകാരിബുൻ കുടുംബക്കാർ എന്ന് പഠിപ്പിക്കുന്നു, തൊട്ടടുത്ത് ജീറാനും അയൽവാസികൾ എന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ മനുഷ്യന്റെ വ്യക്തി ജീവിതം, കുടുംബ ജീവിതം, സാമൂഹ്യ ജീവിതം ഇതെല്ലാം പ്രകാശപൂരിതമായി നിൽക്കുകയായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി. നമ്മുടെ കണ്ണ് നാം ജനിച്ചപ്പോഴേ ഉപയോഗിക്കുന്നുണ്ട്, അത് നമ്മോട് അടുത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് കണ്ണിനെ പറ്റി നാം പഠിച്ചിട്ടില്ല, നാം ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മളൊക്കെ ജനിച്ചപ്പോൾ 3.5 വയസ്സ് മുതൽക്ക് ഖുർആൻ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, നാം സമസ്തയുടെ പ്രകാശം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മൾ പ്രകാശിപ്പിച്ചു നിർത്തുന്നതും നമ്മുടെ കൂടെയുള്ളതുമായതുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സമസ്ത എന്ന പണ്ഡിത സഭ ഇവിടെ ഈ പ്രകാശ
അവകാശത്തെ നിലനിർത്തിയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ സാഹോദര്യമോ അതേപോലെ തന്നെ ഈ ഐക്യമോ ഈ മാനുഷിക പരിഗണനയോ മനുഷ്യൻ പരസ്പരം കാത്തുസൂക്ഷിക്കേണ്ട മൂല്യങ്ങളോ ഉണ്ടാകുമായിരുന്നില്ല. തീർച്ചയായും ഈ പണ്ഡിത സഭ ഗവൺമെന്റിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പണ്ഡിത സഭ നിയമപാലകരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പണ്ഡിത സഭ നിയമനിർമ്മാണത്തിന് കൂടെ നിന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രാജ്യത്തെ മതങ്ങളുടെയും ജാതിയുടെയും വേർതിരിവുള്ള ഒരു വേർതിരിവുമില്ലാത്ത വിധം അല്ലാഹ് എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായി സമൂഹത്തെ കൊച്ചുനാൾ മുതൽ വളർത്തിയെടുത്തിട്ട് വലിയ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നു. നമുക്ക് കേരളത്തിൽ കാണുന്ന ഒട്ടനേകം പണ്ഡിത ശ്രേഷ്ഠരുണ്ട്. അവരെല്ലാം വളർത്തിയെടുത്തത് നമ്മുടെ മദ്രസകളാണ്, നമ്മുടെ കോളേജുകളാണ്, നമ്മുടെ ദഅ്വ കോളേജുകളാണ്, നമ്മുടെ ദർസുകളാണ്. അതിനെല്ലാം വെളിച്ചം നൽകുന്നത്, അതിനൊക്കെ ഇന്ധനം നൽകിക്കൊണ്ടിരിക്കുന്നത് സമസ്ത എന്ന പ്രസ്ഥാനമാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെന്റിനറി 100ാം വാർഷിക സമ്മേളനം അതിവിടെ നടക്കുമ്പോൾ അതിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ടുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെ യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കൊപ്പം നാം ഒക്കെ മനസ്സിലാക്കിയതുപോലെ എല്ലാ ആളുകളും നമ്മളോട് ഓർമ്മപ്പെടുത്തി തന്നതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് തന്നെ നമ്മെ ഉണർത്തിയതുപോലെ നാം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പട്ടിണിയിലും ഏത് വിഷമത്തിലും നാം മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിലെത്തി ആദ്യത്തെ പ്രഖ്യാപന പ്രസംഗം എന്തായിരുന്നു? അവിടെ ഔസ് ഖസറജ് 2 വിഭാഗം പോരടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരെ ഒരുമിച്ചിരുത്തി തോളോട് തോള് എന്നല്ല മനസ്സോട് മനസ്സ് ചേർത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു, അലാ അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തിന്റെ പാലം പണിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സമാധാനത്തിന്റെ പാലം. ശരീരം കൊണ്ട് മാത്രം അടുത്തിരുന്നത് കൊണ്ട് മനസ്സുകൊണ്ട് അടുത്തിരിക്കാതിരിക്കുമ്പോൾ സമാധാനം ഉണ്ടാവുകയില്ല. നമ്മുടെ ടൗണുകളിലൊക്കെ സഞ്ചരിക്കുന്ന ടൗൺ ബസ് കാണാം. അതിൽ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ലിംഗവ്യത്യാസമില്ല. അത്ര അടുത്താണ് ടൗൺ ബസ്സിൽ ആളുകൾ നിൽക്കുന്നത്. പക്ഷെ ആ ബസ്സിലേക്ക് നോക്കിയിട്ട് ആരെങ്കിലും ഈ ബസ്സിലുള്ളവർ നല്ല ഐക്യത്തിലാണ് എന്ന് പറയാറില്ല. എന്തുകൊണ്ട്? ഒരു ഹമ്പ് വന്നാൽ മതി, അതിലുള്ള ആളുകൾ മിണ്ടാതെ ഇറങ്ങിപ്പോകും. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണെങ്കിൽ ശരീരം കൊണ്ട് അടുത്തിരുത്തലല്ല, മറിച്ച് ശരീരം കൊണ്ട് അടുക്കാം, അകലാം. ശരീരം കൊണ്ട് അടുത്താലും അകന്നാലും മനുഷ്യൻ ഒരു ശരീരമാണ്, മനുഷ്യൻ ഒരു ശരീരമാണ്, മനുഷ്യൻ ഒരു ബിൽഡിംഗ് ആണ്, മനുഷ്യൻ പരസ്പരം ഒരു കണ്ണാടിയാണ് എന്നിങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് നബിതങ്ങൾ ഹൃദയങ്ങളെ ചേർത്ത് വെക്കുകയായിരുന്നു. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാം, സമാധാനത്തിന്റെ ദാതാവ്. ആ അസ്സലാം എന്ന സമാധാനത്തിന്റെ ദാതാവ് അള്ളാഹുവാണ്. ആ അള്ളാഹു നൽകിയിരിക്കുന്ന മതം ഇസ്ലാം, സമാധാനം. ആ സമാധാനത്തെ നെഞ്ചേറ്റിയിരിക്കുന്ന മുസ്ലിംകൾ മുസ്ലിം സമാധാനി, സമ്മാക്കുൽ മുസ്ലിമീൻ.